ഗുഡ് ഈവനിംഗ്. വെൽക്കം ടു വ്യൂ ഫൈൻഡർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുന്ന മണ്ഡലങ്ങളിലൂടെ തുടരുകയാണ്. ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണ് പരിശോധിക്കുന്നത്. ചാലക്കുടി ലോക്സഭാ നിയോജക മണ്ഡലം നമുക്കറിയാം, കേരളത്തിൽ ഇത്തവണ കടുത്ത മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ, LDF സ്ഥാനാർത്ഥി മുൻ മന്ത്രി കൂടിയായ C രവീന്ദ്രനാഥ് എന്നിവർ തമ്മിലാണ് കടുത്ത പ്രധാന പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണ് ഷാജു, അലങ്കാരികമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ചതുഷ്കോൺ മത്സരം നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ ചാലക്കുടി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഒരു ചാലക്കുടിയിലെ ഒരു സാഹചര്യം? തീർച്ചയായിട്ടും മുനീർ, ഈ ചാലക്കുടി ആര് ചാടിക്കടക്കും എന്നുള്ളത് ഒരു ചോദ്യം ആണ് ഉയർത്താനുള്ള ആലങ്കാരികമായിട്ട്. അതോടൊപ്പം തന്നെ മുനീർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സാങ്കേതികമായിട്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ചതുഷ്കോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ട്. കാര്യം നമുക്കറിയാം, ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഇതൊരു UDF അനുകൂല മണ്ഡലമാണ്. പഴയ മുകുന്ദപുരമായാലും അതിനുശേഷം പിന്നീട് ഡീലിമിറ്റേഷൻ ശേഷം വന്നിട്ടുള്ള ചാലക്കുടി ആയാലും അത് കൂടുതൽ UDFന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലം. പക്ഷേ ഈ ഒരു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ 2020 ഒരു എക്സ് ഫാക്ടറായിട്ട് നിലനിൽക്കും, അല്ലെങ്കിൽ ഒരു വിധി നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് 2020യുടെ സാന്നിധ്യം ഒരു പക്ഷേ വരാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇതിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട് എന്നീ 4 നിയമസഭാ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. ഐക്യ ഇടതു മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും NDAയുടെയും 2020യുടെയും സ്ഥാനാർത്ഥികൾ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചതുഷ്കോണ മത്സരം എന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നീങ്ങുന്നത്. സത്താറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് അവിടെ? ഇവിടെ ഷാജു പറഞ്ഞ പോലെ തന്നെ UDFന് എപ്പോഴും മേൽക്കൈ കിട്ടുന്ന ഒരു മണ്ഡലമായിട്ടാണ് നമ്മൾ ചാലക്കുടിനെ കാണുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുമരെഴുതി അതിനുശേഷം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് എന്നിട്ടും UDF വിജയിച്ച ഒരു മണ്ഡലമാണ് നേരത്തെ മുകുന്ദപുരം എന്ന് പറയുന്നത്. അപ്പോൾ കരുണാകരൻ്റെ ഒരു പ്രധാനപ്പെട്ട കരുണാകരൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തട്ടം കൂടിയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു തട്ടുകൂടെ ചാലക്കുടി എന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാടും പെരുമ്പാവൂരും ചാലക്കുടി മണ്ഡലത്തിൽ ഉള്ളപ്പോൾ 2020 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് പിടിച്ച ഒരു പ്രദേശം കൂടിയാണ് ഈ 2 മണ്ഡലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2020യുടെ വോട്ടുകൾ ആരുടെ വോട്ടുകളാണോ 2020 കൈയടക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും അവിടുത്തെ വിധിയിൽ ഒരു UDFന് മുൻതൂക്കം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കുന്നത്. LDFൻ്റെ സ്ഥാനാർത്ഥി നമുക്കറിയാം, വളരെ പ്രശസ്തനായ മുൻ മന്ത്രി, ആളുകൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് LDFനുള്ളത്. ബെന്നി നേരത്തെ ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ളൊരു പ്രദേശമായിരുന്നു ഈ മുകുന്ദപുരവും ചാലക്കുടി. പക്ഷേ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ വളരെ കൃത്യമായ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. പക്ഷേ MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വാധീനം കൂടി പ്രത്യേകം കണക്കിലെടുക്കണം. ആ ഒരു അർത്ഥത്തിൽ പിന്നെ NDAയുടെ സ്ഥാനാർത്ഥി BJDSൻ്റെയാണ്, BJPയുടെ സ്ഥാനാർത്ഥിയല്ല. അത് തങ്ങളുടെ വോട്ട് വിഹിതം കുറച്ച് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് BJDSന് അവിടെ വലിയൊരു സ്വാധീനമൊന്നും ഉണ്ടാകാനുള്ള ഒരു ഇതില്ല. നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി UDFൻ്റെ മുൻതൂക്കത്തിൽ മറികടക്കണമെങ്കിൽ വലിയ ഇടപെടലുകൾ കൃത്യമായ ജനങ്ങളിടയിലുള്ള ഏതെങ്കിലും രീതിയിൽ ഉള്ള സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ LDFന് സാധിച്ചാൽ മാത്രമേ ഒരു പിന്നെ മാറ്റം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. സിറ്റിംഗ് MP ആയ ബെന്നി ബെഹനാൻ, സത്താർ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പൊതുജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഗ്രൂപ്പ് നേതാവായ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണുള്ളത്. യാക്കോബായ സഭ അവിടെ ആ ഒരു മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ്. ആ സഭാ നേതൃത്വവുമായും ബെന്നി ബെഹനാന് നല്ല ബന്ധമുണ്ട്. അങ്കമാലിക്കാരനായ ബെന്നി ബെഹനാന് ഇടത് മുന്നണി സ്ഥാനാർത്ഥിയായി എത്തുന്ന C രവീന്ദ്രനാഥ് എത്രത്തോളം ഭീഷണിയാകും, സിറ്റിംഗ് MP സ്ഥാനം അല്ലെങ്കിൽ MP സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എത്രത്തോളമായിരിക്കും ചാലക്കുടിയിലെ വോട്ടർമാർ, ഏത് രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക? ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് നേരത്തെ കുവൈത്തിലുണ്ടായിരുന്ന OICC പ്രവർത്തകൻ, OICC നേതാവ് കൂടിയായ ഇക്ബാൽ കുട്ടമംഗലം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഇക്ബാൽ, താങ്കൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാമെങ്കിൽ എങ്ങനെയാണ് ചാലക്കുടി മണ്ഡലത്തിൽ നിലവിൽ അവിടെ നിങ്ങളുടെ ലോക്സഭാ പ്രതിനിധിയായ MP ആയ ബെന്നി ബെഹനാന് തന്നെയാണോ താങ്കൾ എഡ്ജ് കാണുന്നത്? C രവീന്ദ്രനാഥ് ഏതെങ്കിലും തരത്തിൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും?
ഒരിക്കലും ഇല്ല. കാരണം ബെന്നി ബെഹനാൻ ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ ഇവിടുത്തെ ജനങ്ങൾ വിളിക്കുന്നത് തന്നെ ബെന്നിച്ചേട്ടൻ എന്നാണ്. ബെന്നിച്ചേട്ടൻ, അതായത് കെ കരുണാകരൻ ലീഡറാണെങ്കിൽ, ഉമ്മൻചാണ്ടി ലീഡറായിരുന്നെങ്കിൽ, ബെന്നി ബെഹനാൻ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഒരു ബെന്നിച്ചേട്ടനാണ്. ജനകീയനാണ്, സാധാരണക്കാരനാണ്, പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ലീഡറാണ്. അതുകൊണ്ട് ഞങ്ങൾ ബെന്നിച്ചേട്ടൻ ഒരിക്കലും പോകരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമയമായിരുന്നു. കാരണം മാറ്റരുത് എന്ന് പറഞ്ഞു. പിന്നെ രവീന്ദ്രനാഥ് എന്ന വ്യക്തി ശരിയാണ്, മന്ത്രിയായിരുന്ന കാലത്ത്, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഒരുപക്ഷെ ഒരു പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് ചിലതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചാലക്കുടി പാർലമെന്റിൽ നാട്ടുംപുറങ്ങളിലായാലും ജനങ്ങളുടെ ഇടയിലും അദ്ദേഹം ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. ആയതുകൊണ്ട് പ്രൊഫസർ രവീന്ദ്രനാഥ് യാതൊരു വിധത്തിലുള്ള ഒരു എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇപ്പൊ ഇന്നലെ ഞങ്ങളൊക്കെ നാട്ടുംപുറത്ത് ജീവിക്കുന്നതാണ്. അതായത് ഈ 2020 ആൾക്കാര് സാമ്പത്തികമായിട്ട് ഇറക്കിയിട്ട് ബസ്സിൽ ആളെ കൊണ്ടുവന്നിട്ട് 2020 പണിക്കാരെ ഇറക്കി വീടാന്തരം നോട്ടീസ് കൂലിക്ക് കൊടുത്തിട്ട് ഒരു ദിവസം 500 രൂപ കൂലിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതും ഞങ്ങൾക്കൊരു ഭീഷണിയല്ല. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലുവ, അങ്കമാലി അല്ലെങ്കിൽ ചാലക്കുടിയുടെ കൊടുങ്ങല്ലൂരിന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ശ്രീ ബെന്നി ബെഹനാൻ വമ്പിച്ച ഒരു ഭൂരിപക്ഷമായിരിക്കും. ചെറിയ തോതിൽ മാർജിൻ ഇല്ലെങ്കിലും കൊടുങ്ങല്ലൂരും കയ്പമംഗലം നിയോജക മണ്ഡലം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും. ഞങ്ങൾ വലിയ മാർജിൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എങ്ങനെ വന്നാലും ഏതൊക്കെ വിധത്തിലായാലും ബെന്നി ബെഹനാൻ കേരളത്തിലെ ചാലക്കുടിയുടെ MP ആയിട്ട് ഡൽഹിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും നല്ല പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നത്, യാതൊരു വിധത്തിലുള്ള കോട്ടങ്ങളൊന്നും. കാരണം ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഇന്റേണൽ ആയിട്ട് പാർട്ടിക്കകത്തും UDF-ന്റെ അകത്തും നല്ല കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനമാണ്. ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള, കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 1,88,000 അടുത്ത് 1,00,000 അതിന്റെ ഭൂരിപക്ഷം കൂട്ടുക എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ UDF പ്രവർത്തകർക്കിടയിലുള്ളൂ. ആയതുകൊണ്ട് 100% ബെന്നി ബെഹനാൻ ഇവിടുത്തെ MP ആയി. സത്താർ ചോദിച്ചോളൂ. ഇക്ബാൽ, അപ്പോൾ ഇക്ബാൽ സൂചിപ്പിച്ചു ബെന്നിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതാണ്. പക്ഷെ എടുത്തു പറയത്തക്കെയുള്ള ഒരു ലാൻഡ് മാർക്കായി കാണിക്കാൻ പറ്റുന്ന എന്ത് വികസന പ്രവർത്തനമാണ് MP എന്നുള്ള രീതിയിൽ ബെന്നിച്ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് താങ്കൾക്കൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സാധിച്ചാൽ. അതോടൊപ്പം തന്നെ ഈ നമ്മൾ സ്വാഭാവികമായും മണ്ഡലങ്ങൾ മാറി പ്രവർത്തിക്കാൻ ആളുകൾ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം 2020 ആളുകളെ കോൺഗ്രസ്സുകാർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വാർഡ് മാറി വന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പല മണ്ഡലങ്ങളിലേക്ക് അങ്ങനെ പോകാറുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ആ ഒരു രീതി, ഇപ്പോൾ നിങ്ങൾ ആ സംഭവം സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊരു ശരിയായൊരു നിലപാടാണ്. നമ്മൾ പല മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികൾ മാറി മത്സരിക്കാറുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വയനാട്ടിലാണ്. നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പല മണ്ഡലങ്ങളിലേക്കും. അപ്പോൾ അതൊരു ശരിയായൊരു സമീപനമല്ലോ 2020 പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. അത് അങ്ങനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുക? നേരത്തെ മിസ്റ്റർ സത്താർ കുന്നിൽ ചോദിച്ചത് എന്ത് ചെയ്തു എന്നതാണ്. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കേരളത്തിലെ 20 MP-മാർക്കും അറിയാം, ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ BJP ഗവൺമെന്റാണ് അവിടെ ഭരിക്കുന്നത്. പിന്നെ പ്രളയം ഉണ്ടായിരുന്നു, കോവിഡിന്റെ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് MP-മാരുടെ ഫണ്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ആയതുകൊണ്ട് ഈ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഒരു MP ആയിട്ട് നിങ്ങളോടൊപ്പം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെയാണ്. ഈ LDF വന്നല്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ മാതിരി MP എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോടൊപ്പം എന്നുണ്ട്. ജനങ്ങളോടൊപ്പം നിന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്ത് വലിയ വലിയ പ്രൊജക്ടുകളൊന്നും ചെയ്തു എന്നുള്ള അവകാശപ്പെടുന്നില്ല UDF. പിന്നെ 2020 എന്ന് വെച്ചാൽ അതൊരു സമ്പന്നന്റെ, ഞാൻ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ആ ഒരു തലത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് സത്താറിനോ എനിക്കോ നമുക്ക് ആർക്കും അറിയുന്നില്ല. പക്ഷേ ആ മണ്ഡലത്തിൽ ഇക്ബാൽ, ആ മണ്ഡലത്തിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാക്കാൻ 2020-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമ്പന്നരുടെ എന്ന് പറയുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല.
ഏതായാലും അല്പസമയം കൂടെ താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്ന് ഷാജുവിലേക്ക് പോവുകയാണ്. ഷാജു, ഇപ്പോൾ LDF സിറ്റിംഗ് MP ഇപ്പോൾ നേരത്തെ ഇക്ബാൽ കുട്ടമംഗലം സൂചിപ്പിച്ച ബെന്നിച്ചൻ എന്ന അർത്ഥത്തിൽ ആ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ബെന്നി ബെഹനാനിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കാൻ C രവീന്ദ്രനാഥ് എന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി, അക്കാദമീഷ്യനൊക്കെ ആയിട്ടുള്ള C രവീന്ദ്രനാഥിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. തീർച്ചയായും ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും. ശക്തമായ ഒരു മത്സരത്തിന് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. C രവീന്ദ്രനാഥ് മണ്ഡലത്തിൽ സുപരിചിതനാണ്. അവിടെ പാർട്ടിയുടെ ഒരു ജനകീയ മുഖമായ അദ്ദേഹത്തിലൂടെ ആ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം LDFന് കാണുന്നില്ല. അപ്പോൾ നേരത്തെ ഇക്ബാൽ കുട്ടമംഗലം സൂചിപ്പിച്ച ബെന്നിച്ചനിൽ നിന്ന് C രവീന്ദ്രനാഥിലേക്കുള്ള മാറ്റം അത് എത്രത്തോളം സാധ്യമാണ് ഇപ്പോൾ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ? നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ഈ ചതുഷ്കോണ മത്സരം, അതൊരു സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ചതുഷ്കോണം എന്ന് പറയാമെങ്കിലും തീർച്ചയായിട്ടും ഈ മത്സരം നടക്കുന്നത് LDF UDF സ്ഥാനാർത്ഥികൾ തമ്മിൽ തന്നെയാണ്. അല്ലെ, അതൊരു തർക്കമറ്റ കാര്യമാണ് അതിനകത്ത്. അതിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, UDFന് അപ്പർ ഹാൻഡുള്ളൊരു മണ്ഡലം, അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ UDFന് അപ്പർ ഹാൻഡുള്ള മണ്ഡലം. പക്ഷേ അവിടെയാണ് C രവീന്ദ്രനാഥ് എന്നുള്ളൊരു ഒരു സ്ഥാനാർത്ഥിയെ LDF പ്ലേസ് ചെയ്യുമ്പോൾ, ഫീൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ. ഇപ്പോൾ C രവീന്ദ്രനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു നമ്മൾ ബെന്നി ബെഹനാനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഒരു റോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ എല്ലാ അർത്ഥത്തിലും അത്തരത്തിലേക്കുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല. എന്നാൽ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തുള്ള, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ നല്ല രീതിയിൽ നയിച്ചിട്ടുള്ള ആ ഒരു ക്ലീൻ ഇമേജുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ ഒരു വലിയ പരിധിവരെ ഒരുപക്ഷെ LDF വോട്ടുകൾക്ക് പുറത്തുള്ള ഒരു നിഷ്പക്ഷമതികളായിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ് C രവീന്ദ്രനാഥ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ അതും ഒരു വലിയൊരു വിജയഘടകമായി മാറണമെങ്കിൽ, കാരണം നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 1 ലക്ഷത്തിലധികം വോട്ടിനാണ് ശ്രീ ബെന്നി ബെഹനാൻ അവിടെ വിജയിക്കുന്നത്. അപ്പോൾ ആ വോട്ടിനെ മറികടന്നുകൊണ്ട് C രവീന്ദ്രനാഥ് വിജയിക്കേണ്ട ഒരു അല്ലെങ്കിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ 2020, ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു കൂടുതൽ പരാമർശം 2020യെ കുറിച്ചാണ് വന്നത്. ഇപ്പോൾ 2020യെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്, ഒരു അനാലിസിസ് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം 2014 തോന്നുന്നു, 9 14 എനിക്ക് കൃത്യമല്ല, പക്ഷേ 14 തോന്നുന്നു, അവിടെ ആം ആദ്മി ഒരു 35,000 35,000-ലധികം വോട്ട് ആം ആദ്മി പിടിച്ചിട്ട്. അപ്പോൾ അതായത് ഈ മൂന്ന് മുന്നണികൾക്കും LDF UDF NDA ഈ മൂന്ന് മുന്നണികൾക്കും അപ്പുറത്ത് ഒരു ചെറിയൊരു വോട്ട് ശതമാനം, അല്ലെങ്കിൽ ചെറിയൊരു ഒരു വോട്ടിൻ്റെ ഒരു പങ്ക് അവിടെ ആ മണ്ഡലത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അത് 2020 കൂടി അത് ഗ്രാബ് ചെയ്യുകയും മറ്റ് വോട്ടുകൾ കൂടെ പിടിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും കൂടുതലും ആ വോട്ടുകൾ പോകുന്നത് UDFൻ്റെ ഭാഗത്തു നിന്നാവും എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ 2020ക്ക് വേണ്ടി മത്സര രംഗത്തുള്ള ചാർലി പോൾ, അദ്ദേഹം മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധേയനായിരുന്നു. അതോടൊപ്പം അങ്കമാലി അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി കൂടിയായിരുന്നു. സിറോ മലബാർ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത്. പെരുമ്പാവൂർ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള പാർട്ടി കൂടിയാണ് 2020. 2020-കൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി BDJSന് വേണ്ടി KK ഉണ്ണികൃഷ്ണൻ കൂടെ മത്സര രംഗത്തുണ്ട്. നേരത്തെ ഇക്ബാൽ സൂചിപ്പിച്ച ഈ ബെന്നി ബെഹനാൻ കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ്, ആ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം, അതൊക്കെ ആ വോട്ട് അദ്ദേഹത്തിൻ്റെ ആ സീറ്റ് അല്ല വോട്ട് ചോർച്ചയ്ക്ക് ഈ ഘടകങ്ങളൊക്കെ ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക? അല്ല, ഇപ്പം നമ്മൾ ഇക്ബാൽ സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മണ്ഡലത്തിൽ MP സ്ഥിരമായി ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കേന്ദ്ര ഗവൺമെൻറ് ഏത് MP-മാർക്കായാലും മുമ്പത്തെ പോലെ ഫണ്ടുകൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയും നമ്മൾ MP ഫണ്ട് എന്നുള്ള അർത്ഥത്തിൽ വലിയൊരു വികസന പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കില്ല. ആളുകൾക്ക് ആവശ്യമുള്ളത് അവരുടെ ഇടയിൽ എപ്പോഴും ഈ MP ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ അവരുടെ സന്തോഷമായിട്ട് മാറിയിരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് നിലപാട് എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ബെന്നി ബെഹനാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് ഇത്. നേരത്തെ ആം ആദ്മി പാർട്ടി 35,000 വോട്ട് പിടിച്ചു. ആ ഒരു ലെവലിൽ 1,84,000 കഴിഞ്ഞ തവണ NDAക്ക് ഉണ്ടായിരുന്നു.
NDA ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്കൊരു വളർച്ച NDA നമ്മൾ കാണുന്നു. പക്ഷേ ഇത്തവണ വോട്ട് കുറയാനാണ് സാധ്യത. അതന്നെ സ്ഥാനം. പക്ഷേ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഹൈപ്പൊന്നും 2020 ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ലെങ്കിലും ചെറിയൊരു വോട്ട് വർധന നമുക്കുള്ള സാധ്യതയുണ്ട്. ഈ സഭാ നേതൃത്വത്തിന് സ്വാധീനമുള്ളൊരു മേഖല കൂടിയാണിത്. അപ്പോൾ ഞാൻ വിലയിരുത്തുന്നത് സഭാ നേതൃത്വം ഓർത്തഡോക്സ് സഭയുടെയൊക്കെ വലിയ പിന്തുണ ബെന്നി ബെഹനാന് തന്നെ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഷാജി സൂചിപ്പിച്ചു, കഴിഞ്ഞ മന്ത്രിസഭയിൽ പിണറായി മന്ത്രിസഭയിൽ വലിയൊരു പെർഫോമൻസ് നടത്തിയ ഒരു മന്ത്രിയാണ് രവീന്ദ്രനാഥ്. നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ അവസ്ഥയൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട്. പക്ഷേ ഈ മന്ത്രിസഭയിൽ ആ ഒരർത്ഥത്തിൽ ജനങ്ങൾ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ കമ്പയറുള്ള ശ്രമം നടത്തും സ്വാഭാവിക ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലേക്ക് ജനങ്ങളുടെ ഇടയിൽ ആ കഴിഞ്ഞ മന്ത്രിസഭയുടെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം പല അർത്ഥത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് എത്രമാത്രം ഗുണം ചെയ്യുന്ന കാര്യം സംശയമാണ്. നിലവിലെ മന്ത്രിസഭയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ പെർഫോമൻസ് ആണ് ഒരളവ് വരെ സി രവീന്ദ്രനാഥിന്റെ ആ ഒരു ടേമിനെ ഇത്ര കൂടുതൽ പ്രസക്തമാക്കുന്നതെന്നാണ്. അതാണ് അപ്പോൾ ഈ സഭകളുടെ സ്വാധീനം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്ബാൽ കുട്ടമംഗലം ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോൾ സത്താർ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിലെ MP-യുടെ ഒരു പ്രവർത്തനം തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുന്നത് തന്നെയാണ്. എന്നാൽ സി രവീന്ദ്രനാഥ് നമുക്കറിയാം കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ വളരെ ശ്രദ്ധേയനായ ഒരു മന്ത്രിയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ വളരെ ജനങ്ങൾ ഏറ്റെടുത്തതായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ? എങ്ങനെയാണോ ചാലക്കുടി മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് നേരത്തെ സത്താർ സൂചിപ്പിച്ചതുപോലെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിദ്യാഭ്യാസ മേഖലകളുടെ വലിയൊരു ശതമാനം എറണാകുളം ജില്ലയിലും ചാലക്കുടിയിലുമുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടേതാണ്. ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റി ഒരു കാരണവശാലും ബെന്നി ബെഹനാനും കൈവിടൂല. അവിടെ രവീന്ദ്രനാഥിന്റെ പെർഫോമൻസ് ഒന്നുമില്ല. പ്രതീക്ഷ തന്നെയാണ്. ജാതി മത സംഘടനകളുടെ ആ രീതിയിലേക്കുള്ള ധ്രുവീകരണമാണ് ഇപ്പൊ കോൺഗ്രസ്. സ്വാഭാവികമായും കോൺഗ്രസ് നിങ്ങൾ എന്ത് ചെയ്താലും പിന്തുണ കിട്ടുമെന്നുള്ളതാണ് ആ ഒരു തിണ്ണുപിടിക്കലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതാണ് തുറന്നു പ്രവർത്തകനായിട്ടുള്ള ഇക്ബാൽ പറയുന്നത്. അല്ല, ഇക്ബാലിന്റെ നിഷ്കളങ്കതയാണ് അത്. അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. തുടർന്നോളൂ ഇക്ബാൽ. അതാണ്. അപ്പൊ ഞാൻ ബെന്നിച്ചേട്ടന്റെ കൂടെ പല മഠങ്ങളിലും പല സ്കൂളുകളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മേൽക്കോയ്മയുള്ള ഒരു നിയോജക മണ്ഡലമാണ് അസംബ്ലി പാർലമെന്റ് മണ്ഡലമാണ് കൈപ്പമംഗലം. ശ്രീ ഇക്ബാൽ, ഈ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ സഭാ നേതൃത്വങ്ങളോ അല്ലെങ്കിൽ മത നേതൃത്വങ്ങളൊക്കെ പറയുന്നിടത്ത് കൊണ്ട് കുത്തുന്ന രീതിയിലേക്ക് തന്നെയാണോ ഇന്നും, അല്ലെങ്കിൽ ജനാധിപത്യ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ കാണണ്ടല്ലേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ? അല്ല, ഇല്ലാന്ന് തന്നെയാണോ വിലയിരുത്തല്? സത്താറ, ഇവിടത്തെ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും കൂടുതലുള്ള മഠങ്ങളിലാണ്, ക്രിസ്ത്യൻ മഠങ്ങളിലാണ്. അത് യാക്കോബായാലും ഓർത്തഡോക്സ് ആയാലും കത്തോലിക്ക ആയാലും ഇതിന്റെ ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ബെന്നിച്ചേട്ടന് ആയതുകൊണ്ട് അവിടുത്തെ വോട്ടുകൾ ഒരു കാരണവശാലും രവീന്ദ്രനാഥിന് പോകില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷദ്വീപ് മാതിരിയുള്ള ഒരു ദ്വീപാണ് ഇവരുടെ ഈ 2020-കാരുടെ. അവിടെ എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് സ്റ്റാഫൊക്കെ കൂടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമേ ഉള്ളൂ ഇതില്. അല്ലാണ്ട് അവരൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഭീഷണിയില്ല. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിനും UDF-നും ബെന്നിച്ചേട്ടനും ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. കാരണം 5 കൊല്ലം ഒരു MP ആയിരുന്ന ഒരാളെ ഒരിക്കലും ഒരാൾ അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല. ഇവിടെ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ബെന്നിച്ചേട്ടൻ ജനകീയനാണ്. ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോയിന്റ് ഉണ്ട് മുന്നേ. ഇപ്പൊ ഈ 2020 എന്ന് പറയുമ്പോഴും അത് നമുക്ക് അങ്ങനെ ഒരു പൊതുസമൂഹത്തിന് 100% ഒരു പിന്തുണക്കാൻ പറ്റിയ ഒരു വിഭാഗമല്ല ഈ 2020 എന്ന് പറയുന്നത്. കാരണം കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തേണ്ട സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു അരാഷ്ട്രീയവാദം കൂടി കൂട്ടിച്ചേർത്ത് നേരത്തെ പറഞ്ഞ ഒരു മുതലാളിയുടെ കീഴിൽ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു അണ്ടറിലേക്കാക്കി ഒരു സമൂഹത്തിന് മാറ്റുന്ന രീതിയിലാണ് 2020-യുടെ പ്രവർത്തനം. ജനാധിപത്യ അതിനങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. ഏതായാലും
ഇക്ബാൽ കുട്ടമംഗലം കുവൈത്ത് പ്രവാസികൾക്കൊക്കെ സുപരിചിതനാണ്. ദീർഘകാലം കുവൈത്തിലുണ്ടായിരുന്നതാണ്. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നേതൃസ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അദ്ദേഹം കുവൈത്തിൽ നിന്ന് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയത്. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ ഇക്ബാൽ? ഞാൻ വളരെ ഹാപ്പി എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ് പ്രഭു. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ അടിവരായിട്ട് പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് രാഷ്ട്രീയ മുൻതൂക്കം അല്ലെങ്കിൽ പ്രവർത്തന മുൻതൂക്കം ഈ പ്രാവശ്യം ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പില്ല എന്നുള്ളൊരു ഒരു 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 കാഴ്ചപ്പാടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്തുകൊണ്ടാണ്. നല്ല പൊരിഞ്ഞ ചൂടുണ്ട്, പക്ഷെ അതുകൊണ്ടാണോ അല്ലെങ്കിൽ ജനങ്ങൾ ഓൾറെഡി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ആ ഒരു ആവേശം കാണിക്കാതെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വോട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെച്ചതിൽ മൊത്തത്തിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിലെ നേരത്തെ നമ്മൾ വോട്ടിന്റെ കാര്യത്തിൽ യാക്കോബേറ്റൊക്കെ പറഞ്ഞപ്പോൾ അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ മിസ്റ്റർ മുനീർ ചോദിച്ചതുപോലെ ഞാൻ വളരെ ഹാപ്പിയാണ്. പിള്ളേരൊക്കെ ഉഷാറാണ്. എല്ലാ കാര്യങ്ങളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട്. കുവൈത്തിൽ നടത്തുന്ന പോലെ സാംസ്കാരിക പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം നാട്ടിലുണ്ടോ? ഇവിടെ ഫുൾ ടൈം സോഷ്യൽ വർക്ക് ആയിരുന്നല്ലോ. ഇല്ല സത്താർ ഭായി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുവൈത്തിലെ സ്പേസ് ഒരിക്കലും നമ്മളെ പോലുള്ളവർക്ക് ഇവിടെ കിട്ടില്ല. ഇവിടെ രാഷ്ട്രീയ തൊഴിലാളികളുണ്ട്. ഏതായാലും വളരെ നന്ദി ഇക്ബാൽ. താങ്കൾ ഒരു യാത്രയിലാണെന്നാണ് തോന്നിയത്. ഏതായാലും ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇക്ബാൽ പറഞ്ഞു വെച്ചത് രാഷ്ട്രീയത്തിന് മുമ്പുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ആവേശ ചൂട് ഉണ്ട്. കഴിഞ്ഞ ദിവസം സംസാരിച്ച ഹരീഷ് തൃപ്പൂണിത്തുറ എറണാകുളത്ത് വലിയ രീതിയിലുള്ള ആവേശമാണെന്നാണ് പറഞ്ഞത്. എന്നാൽ തൃശ്ശൂരിലേക്ക് ചാലക്കുടിയിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലൊരു ആവേശം കാണുന്നില്ല എന്നാണ് ദീർഘകാലമായിട്ട് കുവൈത്തിൽ പ്രവർത്തിച്ച ഇക്ബാൽ കുട്ടമംഗലം പറഞ്ഞത്. വളരെ നന്ദി ഇക്ബാൽ, ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് താങ്കളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചതിന്. ഏതായാലും നമ്മൾ ഇന്ന് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യൂ ഫൈൻഡർ മണ്ഡലങ്ങളിലൂടെ എന്ന ഈ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിൽ നമ്മൾ ചാലക്കുടി മണ്ഡലമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞ 2019 ഒരു വോട്ട് നിലയും കൂടെ പരിശോധിച്ചതിന് ശേഷം ചെറിയൊരു ഇടവേളയിലേക്ക് പോകാം. നമുക്ക് തൊട്ടടുത്ത ആലത്തൂർ മണ്ഡലം കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. 2019 വോട്ട് നില പരിശോധിക്കുകയാണെങ്കിൽ ബെന്നി ബെഹനാൻ 4,73,474 വോട്ടുകളാണ് നേടിയത്. 47.81% ബെന്നി ബെഹനാന്റെ വോട്ട് ഷെയർ. ഇടത് സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിച്ച ഇന്നസെന്റ് 3,41,170 വോട്ടുകൾ നേടി. 34.45% എൻ രാധാകൃഷ്ണനാണ് BJPക്ക് വേണ്ടി മത്സരിച്ചത്. 1,54,159 വോട്ടുകളാണ് നേടിയത്. 15% മാത്രമായിരുന്നു വോട്ട് വിഹിതം. ഇതായിരുന്നു കഴിഞ്ഞ 2019 ഒരു തിരഞ്ഞെടുപ്പിലെ ഒരു കണക്ക്. ഏതായാലും ഇന്നസെന്റ് മുൻ MP ആയിരുന്നു. ഇന്നസെന്റിന്റെ ഒരു വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് ഇടതുമുന്നണിക്ക് ജയിക്കാൻ പറ്റിയ ഒരു മണ്ഡലം കൂടി 2014. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്നത്, നേരത്തെ നമ്മൾ ചതുഷ്കോണ മത്സരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബെന്നി ബെഹനാനും രവീന്ദ്രനാഥും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. LDF UDF പോരാട്ടം തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഏപ്രിൽ 26 ജനങ്ങൾ എന്ത് തീരുമാനിക്കുമെന്ന്. ഏതായാലും മണ്ഡലങ്ങളിലൂടെയിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ആലത്തൂർ മണ്ഡലത്തിലെ വിശേഷങ്ങൾ കാണാം. വെൽക്കം ബാക്ക്. നമ്മൾ മണ്ഡലങ്ങളിലൂടെ എന്ന ഈ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടി തുടരുകയാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ആലത്തൂർ ലോക്സഭാ നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ തവണ
രമ്യ ഹരിദാസ് UDF വേണ്ടി പാട്ടും പാടി ജയിച്ച മണ്ഡലമാണ്. പാട്ടുംപാടി ജയിച്ച മണ്ഡലം. പാട്ടും എന്താണ് ഇത്തവണ നേരത്തെ അവിടെ പാർലമെന്റിനെ 2 തവണ പ്രതിനിധീകരിച്ച ബിജുവും ഡോക്ടർ ബിജുവും രമ്യ ഹരിദാസും തമ്മിൽ തന്നെയാണ് ഇത്തവണ മത്സരം. എന്തായിരിക്കും ഒരു ചിത്രം? കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ഒരു രീതിയിൽ നമുക്ക് ഇപ്രാവശ്യം കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായ സ്വാധീനമുള്ള. ഞാൻ ഒരു തിരുത്ത് പറയുകയാണ്, ക്ഷമിക്കണം. ഇത്തവണ മത്സര രംഗത്തുള്ളത് ബിജു അല്ല, കെ രാധാകൃഷ്ണനാണ്. ബിജു മുൻ 2 പ്രാവശ്യം MP ആയ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് MP ആണ്. ഇടതുപക്ഷത്തിന് കൃത്യം ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട സാഹചര്യം, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന സാഹചര്യം, അതോടൊപ്പം ഒരു പുതിയ ആൾ എന്നുള്ള രീതിയിൽ രമ്യ ഹരിദാസ് അവിടെ വന്ന് ഒരു നേരത്തെ പറഞ്ഞ പാട്ടും പാടി ആളുകളുടെ ഇടയിൽ ചെറിയൊരു സ്വാധീനം, ഒരു വളരെ സാധാരണക്കാരൊരു സ്ത്രീ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാനുള്ളൊരു UDFിൻ്റെ ശ്രമം കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് നേരത്തെയുള്ള ആലത്തൂർ മണ്ഡലത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒറ്റപ്പാലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുത്തതിന് ശേഷം വീട് ആലത്തൂർ ഇടതുപക്ഷം മാത്രം വിജയിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ മൃഗീയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിച്ചൊരു മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു രസം, പുതുമുഖം വന്നു പാട്ടുപാടി ജയിച്ചു എന്ന് പറയുന്ന ഒരു സ്വാധീനം ഇതുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. മാത്രമല്ല എതിർ സ്ഥാനം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഷാനവാസ്, അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ്, ഒരു UDF അനുഭാവി കൂടിയാണ്. ഷാനവാസ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷാനവാസ്, താങ്കൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാമെങ്കിൽ ഇത്തവണ ആലത്തൂരിലെ ഒരു പോരാട്ടം, ഇത്തവണയും പാട്ടും പാടി ജയിക്കാൻ രമ്യ ഹരിദാസിന് സാധിക്കുമോ? അതല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ എന്ന ദേവസ്വം മന്ത്രി കൂടിയാണ് അദ്ദേഹം, LDFൻ്റെ, അദ്ദേഹം സീറ്റ് തിരിച്ചു പിടിക്കുമോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇല്ല, ആലത്തൂർ മണ്ഡലത്തില് ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രമ്യ ഹരിദാസ് തന്നെ പാട്ട് പാടിയാലും പാട്ട് പാടിയില്ലെങ്കിലും UDF തന്നെ ജയിക്കും. കാരണം LDFന്റെ കോട്ടയായിരുന്ന ഒരു മണ്ഡലം തിരിച്ചു പിടിച്ചതാണ് രമ്യ കഴിഞ്ഞ വർഷം. അപ്പൊ അതിക്ക് ഇത്തവണ എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ രമ്യ ഹരിദാസ് അവിടെ പാട്ടും പാടി തന്നെ ജയിക്കും. അതിൽ സംശയമൊന്നുമില്ല. രാധാകൃഷ്ണൻ മന്ത്രിയായി എന്ന് വിചാരിച്ചിട്ട് അവിടെ വോട്ട് പറയാനൊന്നും. ഷാനവാസ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ UDFന് അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സ്ഥിതിഗതികൾ അല്പം കൂടി വ്യത്യസ്തമല്ലേ? മാത്രവുമല്ല, നേരത്തെ രമ്യ ഹരിദാസ് വിജയിച്ചപ്പോഴുള്ള എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥിയുടെ ജനസമിതിയും മറ്റും കൂടെ പരിഗണിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആശങ്കക്ക്, താങ്കളുടെ UDF പാളയത്തിൽ ചെറിയ രീതിയിലൊരു ആശങ്കക്ക് സാധ്യതയില്ലേ? അല്ലെങ്കിൽ വോട്ട് എന്താണ് താങ്കൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? ആത്മവിശ്വാസത്തിന് ആശങ്ക എന്തിനാണ്? ഇതിലും വലിയ LDF കോട്ടയാണ് രമ്യ ഹരിദാസ് പിടിച്ചിരുന്നത്. രമ്യ ഹരിദാസ് ഫസ്റ്റ് വരുന്ന സമയത്ത് തന്നെ ബിജു അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്നു. അത് LDF കോട്ടയായിരുന്നു. അതിനുശേഷം ഈസി ആയിട്ടാണ് UDF ഇത് പിടിച്ചെടുത്തത്. ആ പിടിച്ചെടുത്ത പോലെ തന്നെ ഇത് നിലനിർത്താനും UDFന് കഴിയും. കാരണം മറ്റു ഘടകങ്ങൾ എന്ന ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. എന്താണെന്നുണ്ടെങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകങ്ങളും നമ്മുടെ വിജയത്തെ ബാധിക്കുന്നില്ല. കാരണം ഒറ്റക്കെട്ടായിട്ട് തന്നെ UDF നല്ല രീതിയിൽ മറ്റ് UDFന്റെ MP-മാർ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ രമ്യ ഹരിദാസിന് ആ മണ്ഡലത്തിൽ അങ്ങനെ അത്രമാത്രം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഒരു സംസാരമുണ്ട്. അതിനെക്കുറിച്ച് അതും കൂടി എങ്ങനെയാണ് താങ്കൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതിപ്പോ രാഷ്ട്രീയമാവുമ്പോ എതിർകക്ഷികൾ പറയും രമ്യ ഹരിദാസ് വന്നിട്ടില്ല, അതല്ലെങ്കിൽ അപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ വേറെ MP ആണ് എന്നുണ്ടെങ്കിൽ നമുക്കും പറയാം അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അത് എതിർകക്ഷികൾ പലതും പറയും. അതിനെക്കുറിച്ച് നമ്മൾ ബോധേടാവേണ്ട ഒരു കാര്യം വരുന്നില്ല. രമ്യ ഹരിദാസിന്റെ ഒരു വോട്ട് നേടുന്ന ഒരു സ്റ്റൈല് നമ്മൾ മമതാ ബാനർജി സാധാരണ പ്രസംഗിക്കുമ്പോൾ ഈ സ്റ്റേജിലൂടെ നീളം നടന്നുകൊണ്ട് സംസാരിക്കലാണ്. രമ്യ ഹരിദാസ് സ്വയം അനൗൺസർ ആയിക്കൊണ്ടാണ് പല സ്ഥലത്തേക്കും ഈ വോട്ട് ഒരു വല്ലാതെ രസമുള്ള ഒരു കാഴ്ചയാണ് രമ്യ ഹരിദാസിന്റെ ഒരു വോട്ട് നേടല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സാധനം. പക്ഷെ അതിനപ്പുറം ശ്രീ ഷാനവാസിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന MP അല്ല എന്നുള്ളതിനപ്പുറം ഇപ്പോൾ ഒരു പാർലമെന്റേറിയനെ നമ്മൾ പൊതുവെ വിലയിരുത്തുമ്പോൾ അത് ജനകീയ പാർലമെന്റേറിയന്മാരുണ്ടാവും, പാർലമെന്റ് മികച്ച പെർഫോമൻസ് കാണിക്കും. ആ രണ്ടർത്ഥത്തിലും രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പെർഫോമൻസ് പാർലമെന്റിനകത്തും അവരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ആരോപണം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് ആരോപണം ആർക്കും ഉന്നയിക്കാം.
അത് കുഴപ്പമില്ല കാര്യമില്ല. പുള്ളിക്ക് അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ളത് പുള്ളിയുടെ രമ്യ ഹരിദാസിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മണ്ഡലത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഇതാ ഈ ഇലക്ഷന് മുന്നേ തന്നെ എല്ലാ മണ്ഡലങ്ങളും ആലത്തൂർ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരുവിധം മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം ഫ്ലഡ് ലൈറ്റുകൾ അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഏതൊരു ആവശ്യത്തിനും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റും. പിന്നെ ഇലക്ഷൻ ആവുമ്പോൾ പലരും പലതും പറയുന്നു, വന്നിട്ടില്ല പോയിട്ടില്ല, അതാർക്കും പറയാം. റൈറ്റ് ഷാനവാസ്, വളരെ നന്ദി. താങ്കളുടെ തിരക്ക് പിടിച്ച സമയത്തിൽ അല്പ നേരം ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രതികരണം പങ്കുവച്ചതിന് വളരെ നന്ദി. നോക്കൂ ഷാജു, തിരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഈ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആലത്തൂർ ലോക്സഭാ നിയോജക മണ്ഡലം. 1993 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുതൽ ഇടത് കോട്ടയായി മാറിയ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എസ് ശിവരാമനെയും അജയകുമാറിനെയും PK ബിജുവിനെയും തുടർച്ചയായി വിജയിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ മൊത്തത്തിലുണ്ടായ ഒരു UDF തരംഗത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും, അങ്ങനെ വിലയിരുത്തുമ്പോൾ പോലും നമ്മളിപ്പോൾ സംസാരിച്ച രമ്യ ഹരിദാസ് വിജയിച്ചു. അവിടെ ആ ഭൂരിപക്ഷം വലിയ രീതിയിലുള്ള 1,50,000 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു ആവേശത്തിൻ്റെ ഒരു ഫാക്ടറും മാത്രമാണോ ആ ഒരു മണ്ഡലത്തിലെ ഈ ഒരു അട്ടിമറി വിജയത്തിനെ സ്വാധീനിച്ചത്? വേറെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടാകുമോ? പറയാം. ശ്രീ മുനീർ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ചെറിയ തിരുത്തുണ്ട് ഫാക്ച്വൽ. ആലത്തൂരല്ല അന്ന് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം മണ്ഡലമാണ്. അതിനുശേഷം ഡീലിമിറ്റേഷന് ശേഷമാണത് 2008 കൂടി ആലത്തൂർ മണ്ഡലം എന്നുള്ള പേര്. പക്ഷേ മണ്ഡലത്തിൻ്റെ ജോഗ്രഫിയിലും കുറേ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ സ്വഭാവമാണ് ഈ മണ്ഡലത്തിനുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോലും നേരിട്ട ഒരു പാർലമെൻറ്റ് മണ്ഡലമായിരുന്നു ഒറ്റപ്പാലം മണ്ഡലം. 93 ഉപതെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ബാബറി മസ്ജിദ് പ്രശ്നത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതുവരേക്കും ആ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൊതുവെ വിശിഷ്യ കോൺഗ്രസിനൊപ്പം നിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതെ, അതിനുശേഷം കൃത്യമായിട്ട് LDF പക്ഷത്തേക്ക് ചാഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അതിനുശേഷം തുടർച്ചയായി LDF എസ് അജയകുമാർ അവിടെ 4 തവണ അവിടെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഡീലിമിറ്റേഷന് ശേഷമാണ് ശ്രീ ബിജു ആ മണ്ഡലത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ മുനീർ ചോദിച്ച ചോദ്യം, ഞാൻ ഈ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതോട് ചേർന്ന് തന്നെ ആറ്റിങ്ങൽ മണ്ഡലം എങ്ങനെ ഇടതുപക്ഷത്തു നിന്നും പോയി എന്നതിനെ പോലെ തന്നെ നമ്മൾ ഒരേപോലെ കാണേണ്ടതാണ് ആലത്തൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പരാജയം. കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അത് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഒരു കൃത്യമായൊരു LDF വിമർശനം കൂടി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ തുടർച്ചയായിട്ട് LDF വിജയിക്കുന്ന പല മണ്ഡലങ്ങളിലും ഒരു ഉദാസീനത പല സമയത്തും LDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ആ മണ്ഡലത്തെ പരിപാലിക്കുന്ന കാര്യത്തിലും പലപ്പോഴും ഇത്തരം ഉണ്ടാവുകയും അത് രാഷ്ട്രീയ എതിരാളികൾ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ആ മണ്ഡലം തിരിച്ച് തട്ടിപ്പറിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് ശ്രീ PK ബിജുവിൻ്റെ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ടൈമിലെ പ്രവർത്തനത്തെ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി കാണേണ്ടി വരും. ആ സമയത്ത് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ശ്രീ PK ബിജു ആ മണ്ഡലത്തിൽ ഏത് തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി ഇൻകംപൻസി ഫാക്ടർ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഘടകമായിരുന്നു. പിന്നീട് മുനീർ പറഞ്ഞ മറ്റ് ഘടകങ്ങൾ, ഒരുപക്ഷേ രാഹുൽ ഗാന്ധി അവിടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടും എന്നതിനുപരി ശബരിമല വിഷയം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് വലിയൊരു വോട്ട് ഷിഫ്റ്റ് അവിടെ വരാനുള്ള കാരണം. പക്ഷേ തിരിച്ച് ആ വോട്ട് 2021 നിയമസഭാ ഇലക്ഷനോടുകൂടി അവിടെ മണ്ഡലങ്ങളുടെ കാര്യത്തിലെല്ലാം മാറി മറിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വസ്തുനിഷ്ഠമായി ചോദിക്കുകയാണെങ്കിൽ തികച്ചും LDFന് അപ്പർ ഹാൻഡുള്ളൊരു മണ്ഡലമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലം എന്ന് പറയേണ്ടി വരും. സത്താർ, നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ആ തെരഞ്ഞെടുപ്പിൽ 80% വോട്ടിംഗ് ശതമാനമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. രമ്യ ഹരിദാസ് 1,58,900 വോട്ടുകൾക്കാണ് ബിജുവിനെ സിറ്റിംഗ് MP പരാജയപ്പെടുന്നത്. നേരത്തെ ഷാജു സൂചിപ്പിച്ചതുപോലെ
ഈ സിറ്റിംഗ് എം പിയുടെ പെർഫോമൻസ് ആ ഒരു വിജയത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ? വളരെ പ്രധാനപ്പെട്ടൊരു ഇതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. കാരണം CPM അല്ലെ ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായി സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സ്വാഭാവികമായും പാർട്ടി വോട്ടുകൾ മാത്രമല്ല അനുഭാവികൾ കേരളത്തിലെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ MP-യുടെ പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ മണ്ഡലങ്ങൾക്ക് വലിയ ഫണ്ട് UPA ഗവൺമെൻറ് കാലത്ത് നല്ല ഫണ്ടും MP ഫണ്ട് നൽകിയിരുന്നു. അപ്പോൾ ആ മണ്ഡലത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ രമ്യ ഹരിദാസ് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ ആളുകൾക്ക് വേണ്ടത് വളരെ സീരിയസ് ആയി നിൽക്കുന്ന MP-മാരല്ല. ശരീരഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പാട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ്. അതാ ഞാനിവിടെ വരുന്നു, ഞാൻ നിങ്ങളെ സ്വാധീനിക്കും, എനിക്ക് നിങ്ങൾ വോട്ട് തരണം എന്നിങ്ങനെ മൈക്കിലൂടെ പറയാണ്. ആളുകളുടെ ഇടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ ശ്രമം. അപ്പം അവരെ വിലയിരുത്തുമ്പോൾ ആളുകളെ വിലയിരുത്തുന്ന വികസന പ്രവർത്തനങ്ങളല്ല MP എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ UDF-ൻ്റെ ഒരു നേരത്തെ സൂചിപ്പിച്ച പ്രതീക്ഷയ്ക്കുള്ള ഒരു കാരണം അത് തന്നെയാണ്. MP ഇപ്പോഴും വളരെ ഒരു സാധാരണക്കാരായ ഒരു ആളായി. സാധാരണക്കാർ MP വേണം. നേരത്തെ MP-മാരെന്ന് പറയുമ്പോൾ ഒരു നേരിട്ട് ജനങ്ങളുമായി അതൊരു വരണ്ടുണ്ട്. പ്രത്യേക ഇടതുപക്ഷത്തിന്റെ MP-മാരെ അങ്ങനെ ഉണ്ട്. ചില ഇതുണ്ട്, നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഈ ഇടപെടുന്നത് ഈ PK ബിജു വരുന്നത് കോട്ടയത്ത് നിന്നാണ്. അപ്പോൾ തികച്ചും ഈ ഒരു മണ്ഡലങ്ങളുടെ ചെറിയ സ്വഭാവമുണ്ട്, ഒരു മലബാറിന്റെ സൗത്ത് മലബാറിന്റെ ഒരു സ്വഭാവമുണ്ട്. ഈ സ്വഭാവത്തിന് പറ്റിയൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു MP ആയിരുന്നില്ല അദ്ദേഹം. അവിടെ സിങ്ക് ആയിരുന്നില്ല, അർത്ഥത്തിൽ ജനങ്ങളുമായി സിങ്ക് ആവാത്ത ഒരു MP ആയിരുന്നു ശ്രീ PK. ഇപ്പൊ മുനീർ ഒരു വിളിക്കുകയാണെങ്കിൽ MP അവിടെ ഉണ്ടാണ്. ഒരു കല്യാണത്തിന് വിളിക്കുകയാണെങ്കിൽ MP വരണം. ഒരു ഏറ്റവും വീട് കൂടുതൽ വിളിക്കുമ്പോൾ പോലും MP-നെ ആഗ്രഹിക്കുന്ന ജനങ്ങളാണെന്നുള്ളത് എനിക്ക് ഒരു അഭിമാനമാണ്. MP എൻ്റെ വീട്ടിൽ അത്രേ വേണ്ടു. മനുഷ്യന്മാർ അത്രയും സാധാരണക്കാരായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വികസനമൊന്നും നടക്കൂല, ഫണ്ടില്ല എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കി. ആ അർത്ഥത്തിൽ LDF-ന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണെങ്കിലും ഈ രമ്യ ഹരിദാസിന്റെ ഇടപെടലുകൾ UDF-ന്റെ ഒരു പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടി സാധിക്കും. ശരീരഭാഷയും ആളുകളോടുള്ള പെരുമാറ്റവും ഒക്കെ വലിയൊരു ഘടകം തന്നെയാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ 2019 ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. 2024 വരുമ്പോൾ എതിർ സ്ഥാനത്തുള്ളത് ഈ ഫാക്ടറികൾക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കെ രാധാകൃഷ്ണനെ കുറിച്ച് ആ മണ്ഡലത്തിലെ ആളുകൾക്ക് തന്നെ എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് വോട്ടായി മാറുന്നതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ്? തീർച്ചയായിട്ടും രണ്ട് സാധ്യതകളാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞു, തികച്ചും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള ഒരു മണ്ഡലം. സംഘടന വളരെ സുശക്തമാണ്. 2 ജില്ലകളിലായിട്ടാണ് ഈ മണ്ഡലങ്ങൾ കിടക്കുന്നത്. 7 മണ്ഡലങ്ങളിലും 3 മണ്ഡലങ്ങൾ കിടക്കുന്നത് തൃശ്ശൂരിൻ്റെ ഭാഗമാണ്, തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണ്. ഈ 2 സ്ഥലത്തും LDF രാഷ്ട്രീയപരമായിട്ട് വളരെയധികം സ്വാധീനമുള്ള മേഖലകളാണ്. പ്ലസ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത് കെ രാധാകൃഷ്ണൻ എന്ന നാട്ടുകാരുടെ രാധേട്ടനായിട്ടുള്ള രാധാകൃഷ്ണൻ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ ലാളിത്യം, അദ്ദേഹത്തിൻ്റെ കർമ്മകുശലത, ഇതെല്ലാം തന്നെ ഘടകമായിട്ട് വരുമ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടുള്ള LDF അപ്പർ ഹാൻഡ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ചാലക്കുടിയിൽ ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഷാജു രാധേട്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ജനങ്ങളിടയിൽ രണ്ടും സ്ഥാനാർത്ഥികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരേപോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള 2 വ്യക്തികളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്ഥാനാർത്ഥിയുടെ ജനസമിതി വെച്ച് നോക്കുകയാണെങ്കിൽ 2019 ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇടതുപക്ഷം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NDAക്ക് വേണ്ടി ഇപ്പോൾ മത്സര ുള്ളത് നമുക്കറിയാം TS സരസു ആണ്. വിക്ടോറിയ കോളേജിൽ നേരത്തെ പ്രിൻസിപ്പാളായിരിക്കെ SFI-യുമായും ഇടത് അധ്യാപക സംഘടനകൾ. അതെ, സരസു ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിക്കുമോ? അല്ല, ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP കഴിഞ്ഞ തവണ BDJS-ന് വിട്ടുകൊടുത്ത മണ്ഡലമാണ്. അവരവിടെ ഗൗരവമായിട്ട് ഫീൽഡ് ചെയ്യാറേ ഇല്ല. അത് കുറച്ച് ഗൗരവം ഇത്തവണ കാണിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ TN സരസുവിന്റെ അവര് പ്രചാരണ രംഗത്ത് തന്നെ പറയുന്നത് കുഴിമാടം നിർമ്മിച്ച SFI-ക്കുള്ള എന്റെ പ്രതീക്ഷമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് വർക്കാവുന്ന ഒരു കാര്യമാവാൻ സാധ്യതയില്ല BJP-യെ സംബന്ധിച്ച്. NDA എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേക ഇടതുപക്ഷത്തിനെതിരെ ഒരു നിലപാട്, അവർക്കെതിരെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മാത്രം ആ രീതിയിൽ. ഏതായാലും 2019 രമ്യ ഹരിദാസ് 5,53,818 വോട്ടുകളാണ് നേടിയത്. 1,58,968 ഭൂരിപക്ഷം. 52.4% വോട്ട് ഷെയർ. ഡോക്ടർ PK ബിജു സിറ്റിംഗ് MP ആയിരുന്ന PK ബിജു 3,74,847 വോട്ടുകളാണ് നേടിയത്. 36.8% വോട്ട് ഷെയർ. TV ബാബു ആയിരുന്നു BDJS-ന് വേണ്ടി NDAക്ക് വേണ്ടി കളത്തിലിറങ്ങിയത്. 89,837 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചത്. 8% വോട്ട് ഷെയർ. ഏതായാലും ആലത്തൂരിൽ ഇക്കുറി പോരാട്ടം കനക്കും. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര ഈസി വാക്ക് ഓവർ അല്ലെങ്കിൽ പാട്ടുപാടി ജയിക്കാനുള്ള ഒരു സാധ്യത UDF കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പോരാട്ടം ശക്തമായിരിക്കും. LDF-ഉം കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ.
ആലത്തൂരിലെ ജനങ്ങൾ എന്ത് തീരുമാനിക്കുമെന്നറിയാം. നമുക്ക് കാത്തിരിക്കാം. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. മണ്ഡലങ്ങളിൽ ഇനി തൃശ്ശൂർ കാണാം. വെൽക്കം ബാക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുന്ന മണ്ഡലങ്ങളിലൂടെ തുടരുകയാണ്. നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ്. ഞാനിങ്ങെടുക്കുക തൃശ്ശൂർ എന്ന വളരെ പ്രശസ്തമായ ഒരു കോട്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാർത്തകളിൽ നിറഞ്ഞു വന്നത്. ഇത്തവണയും കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂർ ഇത്തവണ ആരെടുക്കും? അത് വല്ലാത്തൊരു കുഴക്കുന്ന ചോദ്യമാണ്. തൃശ്ശൂർ ആര് എടുക്കുമെന്നുള്ളത്. കാരണം ഓരോ ദിവസവും സാഹചര്യങ്ങൾ മാറി വരികയാണ്. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് വെച്ചാൽ നമുക്ക് തൃശ്ശൂർ എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. UDFൻ്റെ ഏക MP മാറ്റിയൊരു സ്ഥലം തൃശ്ശൂരാണ്. നിലവിലുള്ള വേറെ മണ്ഡലത്തിൽ MP വന്ന് അവിടെ മത്സരിപ്പിക്കുകയാണ്. പിന്നെ സുരേഷ് ഗോപി നമുക്കറിയാം, എന്തില്ലെങ്കിലും കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം ആ മണ്ഡലത്തിൽ തന്നെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഒരു MP ആയ ഞാൻ മതി നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ തൃശ്ശൂരിന് എടുക്കുമെന്ന് പറഞ്ഞത് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയില്ല. ഇപ്രാവശ്യം എടുക്കുമെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പക്ഷേ സുരേഷ് ഗോപിയുടെ ആ പഴയ ഗ്രാഫ്, അന്നുണ്ടായ ഒരു ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല UDFനായിട്ട് മത്സരിക്കുന്നത് K മുരളീധരനാണ്. K മുരളീധരൻ എന്ന് പറഞ്ഞാൽ UDFൻ്റെ ഒരു ക്രൗഡ് പുള്ളർ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ നേരത്തെ UDFന് വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളും കൂടിയാണ് പിന്നെ K മുരളീധരൻ എന്ന് പറയുന്നത്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടൊരു മണ്ഡലം തിരിച്ചു പിടിക്കാൻ വളരെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ VS സുനിൽകുമാർ മുൻ മന്ത്രിയാണ് അവിടെ രംഗത്ത്. ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമാണ്. ജനങ്ങളുടെ മനസ്സിലാക്കാൻ അടിയൊഴുക്കുകൾക്ക് വലിയ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് തൃശ്ശൂർ. ഇന്ന് തൃശ്ശൂർ പൂരം അവസാനിച്ചു. പക്ഷേ തൃശ്ശൂർ പൂരം അവസാനിച്ചത് തന്നെ വിവാദങ്ങളോടുകൂടിയാണ്. വിവാദങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പിറകിൽ അദ്ദേഹം പറഞ്ഞ ഒരു സാഹചര്യം മാറി വരികയാണ്. നമ്മുടെ എൻ്റെ മനസ്സിൽ നേരത്തെ VS സുനിൽകുമാർ ചെറിയ മുൻതൂക്കം ഉണ്ടായിരുന്ന മണ്ഡലം ത്രികോണ മത്സരമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയമായ ഒരു പരിവേഷം VS സുനിൽകുമാർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ മാറി വരുമ്പോൾ ഇതിൻ്റെ സാഹചര്യം മാറി വരുമ്പോൾ മത്സരം പ്രവചനാതീതമായി മാറുകയും തൃശ്ശൂർ പൂരത്തിൻ്റെ അവസാന സമയത്ത് ഇന്നലെ വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാവിലത്തേക്ക് മാറ്റപ്പെടേണ്ട സാഹചര്യം. അത് പോലീസിൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ള ഇതിൽ UDF പിന്നെ പ്രചരിപ്പിക്കുന്നത്. ഇടതുപക്ഷവും പിന്നെ BJP നമ്മൾ ഒത്തുകളിയാണ് എന്നവർ പ്രചരിപ്പിക്കുന്നു. പക്ഷേ ഈ രീതിയിൽ ചില സാഹചര്യങ്ങൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അടിയൊഴുക്കുകൾ വളരെ ശക്തമായ മണ്ഡലം, പ്രവചനാതീതമായ ഒരു മത്സരമായിരിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഷാജു, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 93,633 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് TN പ്രതാപൻ മണ്ഡലത്തെ ജയിച്ചു കയറിയത്. ജയിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് വടകര ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന K മുരളീധരനെ അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചത് UDF. തീർച്ചയായും സുരേഷ് ഗോപി എന്നുള്ള ഒരു ഫാക്ടർ, അല്ലെങ്കിൽ എതിർ സ്ഥാനത്ത് സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ളത് കാരണം അത് ആ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാം. ഏതായാലും ആ ഒരു തീരുമാനം, UDFൻ്റെ തീരുമാനം അത് തെറ്റായി തീരുമോ? കാരണം അവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ. മുനീർ, കുറേ കാലത്തിന് ശേഷം ഒരുപക്ഷെ K ഫാമിലി പറഞ്ഞത് K കരുണാകരൻ ഫാമിലി ഒരു പത്മജ ഫാക്ടറും കൂടെ അവിടെ. അതെ, ഒരു ചർച്ചാ വിഷയമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ 2004 അത്തരം ഒരു ചർച്ചാ വിഷയമാവുകയും പിന്നെ അതിൻ്റെ റിസൾട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്ക്. പക്ഷെ അതിനപ്പുറം തൃശ്ശൂർ എന്ന് പറയുന്നത് ഇത്തവണ കേരളത്തിൽ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന 1-2 മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. അതിൽ തർക്കം ഉള്ള കാര്യമല്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പം മുനീർ ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ക്വിക്ക് ആക്ഷനായിരുന്നു ശ്രീ മുരളീധരൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരുപക്ഷെ പ്രതാപൻ നിൽക്കുന്നതിനേക്കാൾ അവിടെ മുരളീധരൻ വന്നതോടുകൂടി കോൺഗ്രസ് ആ അർത്ഥത്തിൽ പിക്ചറിലേക്ക് വരികയുണ്ടായി.
അല്ല, പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഈ കെ മുരളീധരനുണ്ട് ഐ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വോട്ടുകൾ BJP-യിലേക്ക് പോവാതിരിക്കാൻ ഒരു ലക്ഷ്യം കൂടി കൊണ്ടാണ് കെ മുരളീധരനെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. ഏതായാലും ഈ ഗ്രൂപ്പിന്റെ ഒരു വോട്ട് ആ രീതിയിലേക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട സംശയമാണ്. പക്ഷേ നമുക്ക് അതിലേക്ക് വരാം. ഏതായാലും ഇപ്പോൾ ജലിൻ തൃപ്പയാർ മാധ്യമപ്രവർത്തകനാണ്, OICC-യുടെ പ്രവർത്തകനും നേതാവുമാണ്, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. ഓക്കെ, ജലിൻ തൃപ്പയാർ, താങ്കൾക്ക് തന്നെ കേൾക്കാമെങ്കിൽ എന്താണ് താങ്കളുടെ വിലയിരുത്തലിൽ കെ മുരളീധരൻ, സുരേഷ് ഗോപി, VS സുനിൽകുമാർ ആർക്കാണ് മുൻതൂക്കം? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നമസ്കാരം. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള വിലയിരുത്തലാണ് ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമുക്ക് OICC എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തൽ നോക്കാം. തീർച്ചയായിട്ടും നമസ്കാരം മിസ്റ്റർ മുനീർ. ഒരു പ്രവാസികൾക്ക് ഇത്തരമൊരു അവസരം നൽകുന്ന വിബ്ജിയോർ TVക്ക് ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. താങ്ക് യു. ഇനി തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ 17 ഇലക്ഷനുകൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അതിൽ 10 തവണ LDF അധികാരത്തിൽ വന്നിട്ടുണ്ട്, 7 തവണ UDF ജയിച്ചു കയറിയ മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു അടിയൊഴുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. പക്ഷെ അതോടൊപ്പം തൃശ്ശൂർ മണ്ഡലത്തിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം വ്യക്തിപ്രഭാവം തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് വളരെ ധാരണയുള്ള ഒരു മണ്ഡലമാണ്, അതേസമയം വ്യക്തിപ്രഭാവത്തിനും പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ ഇത്തവണ സംഭവിച്ചിരിക്കുന്ന കാര്യം ഈ 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പൊ VS സുനിൽകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ നാട്ടുകാരനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. മുരളീധരനെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ K കരുണാകരന്റെ മകനാണ്. അവരുടെ തറവാടിരിക്കുന്ന സ്ഥലമാണ്, ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ള സ്ഥലമാണ്. സുരേഷ് ഗോപി ഈ ഒരു ഗണത്തിൽ നിന്ന് മാറി ഇപ്പോ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ സംഭവിച്ചത്, ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ സുരേഷ് ഗോപി മത്സരിച്ചു. അതുകൂടാതെ മണ്ഡലത്തിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. അപ്പൊ അവരും സുരേഷ് ഗോപിയും വളരെ കൃത്യമായിട്ട് വ്യക്തിബന്ധം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ഡലത്തിൽ. ഈ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ കടുത്ത ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് പൊതുവില് നമ്മൾക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറയുന്നത്. ജലീൽ, ഈ വ്യക്തിപരമായ സ്വാധീനം സാധ്യതയുള്ള ഒരു മണ്ഡലമാണെന്ന് പറയുന്നത്, പക്ഷേ സാക്ഷാൽ ലീഡർ ശ്രീ K കരുണാകരൻ പോലും പിന്നെ അടിതെറ്റിയൊരു മണ്ഡലം കൂടിയാണല്ലോ തൃശ്ശൂർ. അപ്പോൾ വ്യക്തിപരമായ സ്വാധീനമാണെങ്കിൽ ലീഡർക്ക് ഒരു പരാജയം സംഭവിക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പിന്നെ ഈ അടിയൊഴുക്കൾ ഉണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് ജലീൽ നോക്കിക്കാണുന്നത്? ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ ഉണ്ടാവാറുണ്ട്, ഒരു പൊതു ട്രെൻഡ് രൂപപ്പെടാറുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ള ഘടകമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോ അതിനെ ആ അർത്ഥത്തിൽ തന്നെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ ഒരു സമ്മതിദായകര് നോക്കിക്കാണുക. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ശതമാനം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഈ പെൻഷൻ വിതരണത്തിലുണ്ടായിട്ടുള്ള ഡിലേ, ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് വോട്ടുകൾ LDF-ന് കുറയ്ക്കുന്നതിന് കാരണമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജലീൻ അല്പസമയം കൂടെ ടെലിഫോൺ ലൈനിൽ തുടരുക. ഏതായാലും തൃശ്ശൂർ, ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് മണ്ഡലങ്ങൾ ചേരുന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ജയിച്ചത് ഇടതു മുന്നണിയായിരുന്നു. എന്നാൽ ഈ ലോക്സഭയിലേക്ക് വരുമ്പോൾ ഓരോ ടേമിലും ആളുകളെ മാറി മാറി വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ TN പ്രതാപനായിരുന്നു മുൻതൂക്കമെങ്കിൽ ഇത്തവണ VS സുനിൽകുമാറിനല്ലേ അല്പം കൂടി എഡ്ജ്, മണ്ഡലത്തിൻ്റെ ആ ഒരു സ്വഭാവം പരിഗണിക്കുകയാണെങ്കിൽ?
മുനീർ, ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം നേരത്തെ ഇപ്പോൾ ജലിനൊക്കെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു 17 തവണ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അതിനകത്ത് 10ഉം 7ഉം എന്നുള്ള രീതി. അപ്പോൾ നമുക്കൊരു കൃത്യമായ അതൊരു UDF മണ്ഡലമായിട്ടോ അല്ലെങ്കിൽ ഒരു LDF മണ്ഡലമായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ 2008 ഡീലിമിറ്റേഷൻ ശേഷം ചില മണ്ഡലങ്ങൾ, മുന്നേ ചാലക്കുടി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി മാറിയതിന് ശേഷം അത് കുറച്ചുകൂടി ഒരു LDF അനുകൂല സ്വഭാവം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെയുള്ള ചില ഘടകങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതാണ്. അതിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം വളരെ അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീശൻ അടിയാട്ടാണോ അതോ ശ്രീശൻ അടിയാട്ടാണെന്ന് തോന്നുന്നു BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വോട്ട് പിടിക്കുകയുണ്ടായി. അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ രമാ രഘുനന്ദൻ ആകെ 36,000 50,000 വോട്ടുകൾ മാത്രമാണ് അവിടെ നേടാനായിട്ടുള്ളത്. അപ്പം സുരേഷ് ഗോപി വന്നതിന് ശേഷം വലിയൊരു മാറ്റം വന്നു. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ, അതിനകത്ത് കൃത്യമായ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ BJP ഉയർത്തിയ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഗുണം അന്ന് പല മണ്ഡലങ്ങളിലും ലഭിച്ചത് UDFനായിരുന്നെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിയൊരു ഗുണം ലഭിച്ചത് സുരേഷ് ഗോപിക്ക് നേരിട്ടായിരുന്നു. അതിൻ്റെ നേരിട്ടുള്ള ഒരു ഗുണഭോക്താവായി സുരേഷ് ഗോപി അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘടകം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ എതിരാളികൾ ഉൾപ്പെടെ പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ തവണ 15 ദിവസം നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും വോട്ട് നേടാൻ കഴിഞ്ഞത്. അദ്ദേഹം കൂടുതൽ ദിവസം തൃശ്ശൂർ നിൽക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുറഞ്ഞു വരുമെന്നുള്ള അഭിപ്രായം കൂടെ അവിടെ പറയപ്പെടുന്നുണ്ട്. ഈ കാര്യത്തിൽ പ്രതാപനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ MP മാറ്റിയത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ്, കാരണം ജയസാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം സ്വയം മാറി നിൽക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് പറയുന്നത്, നിയമസഭയെ നോക്കി വെച്ചുകൊണ്ടുള്ള ഒരു മത്സരം. അപ്പോൾ ജലീൽ അതിനെക്കുറിച്ചുള്ള ഈ MP മാറ്റിയത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ TN പ്രതാപൻ MP ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ, അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വ്യക്തിപ്രഭാവം ഒരു പ്രധാന ഘടകം തന്നെയാണ്. എങ്കിൽ തന്നെയും കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ്. നല്ല പാർലമെന്റേറിയനാണ്. അത്തരം മേഖലകളിലൊക്കെ ഈ പ്രതാപനെ പോലെ തന്നെ ഒരേ ലെവലിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെ ബാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ജലിൻ, ക്ഷമിക്കണം, സുരേഷ് ഗോപിയുടെ സെലിബ്രിറ്റിയെ, താരപരിവേഷം അവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരെ ഇത്തവണ സ്വാധീനിക്കുമോ? ഇപ്പോൾ നേരത്തെ ഷാജു സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കാലം സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിന്നാൽ അദ്ദേഹത്തിന് വോട്ട് കുറയും ആണ് അല്പം നർമ്മം കലർത്തിക്കൊണ്ട് ഷാജു പറഞ്ഞത്. പക്ഷേ താരപരിവേഷത്തിന് വോട്ട് നൽകുന്ന ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തൃശ്ശൂര്. പക്ഷേ സുരേഷ് ഗോപിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് മണ്ഡലത്തിൽ സ്ഥിര സാന്നിധ്യമായി മാറിയിരുന്നു. പല മേഖലകളിലും പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. അതൊക്കെ സുരേഷ് ഗോപിയുടെ അഡ്വാൻറ്റേജ് ആണ്. താരപരിവേഷം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടില്ല. തോറ്റ MP എന്നുള്ള രീതിയിലുള്ള ഒരു പണിയെടുത്തവിടെ. അതെ, നാട്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഈ സ്ത്രീ വോട്ടർമാർക്കിടയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം വളരെ കടുത്തതായിരിക്കും. ഏതായാലും ഏത് രീതിയിലും ഏത് വിധേനയും തൃശ്ശൂർ പിടിക്കണം, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ കഴിഞ്ഞ 2019 അങ്ങനെ പറഞ്ഞെങ്കിലും ആളുകൾ അത് ഗൗരവത്തിലെടുത്തിരുന്നില്ല. ഇത്തവണ തൃശ്ശൂർ ഏത് വില കൊടുത്തും പിടിക്കണം എന്നുള്ള ഒരു പരിശ്രമത്തിലാണ് സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം അതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും സാന്നിധ്യവും ഒക്കെ ആ മണ്ഡലത്തിൽ നടത്തി തുടങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് സീറ്റ് പോലെ കൂടി കാണുന്നൊരു മണ്ഡലം കൂടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വലിയൊരു കോൺസെൻട്രേഷൻ, സുരേഷ് ഗോപിക്ക് വലിയൊരു അമിത പ്രാധാന്യം കൂടി BJPയിൽ നൽകിക്കൊണ്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. ഏത് തരത്തിൽ കെണിയാവുന്നും കൂടി നമ്മൾ ചിലപ്പോൾ ആലോചിക്കേണ്ടത് BJPയുടെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ കൂടെ ഭാഗമായിട്ട്. തീർച്ചയായും നമുക്ക് 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നില കൂടെ ഒന്ന് പരിശോധിക്കാം. ജലീൻ, ഏതായാലും വളരെ നന്ദി ഈ സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന്. ഏതായാലും വളരെ ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെ നമുക്ക് കളമൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം.
2019 ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ TN പ്രതാപൻ 4,15,089 വോട്ടുകൾ നേടി. 39.84 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം. രാജീവ് മാത്യു തോമസ് ആയിരുന്നു CPIക്ക് വേണ്ടി അന്ന് LDFന് വേണ്ടി കളത്തിലിറങ്ങിയത്. 3,21,456 വോട്ടുകളാണ് നേടിയത്. 30.85% സുരേഷ് ഗോപി BJPക്ക് വേണ്ടി 2,93,822 വോട്ടുകൾ നേടി. 28% വോട്ട് വിഹിതം നേടി. അപ്പോൾ ഈ തവണയും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് തന്നെ തൃശ്ശൂർ, ശക്തൻ്റെ നാടായ തൃശ്ശൂരിൽ കളമൊരുങ്ങും എന്നാണ്. തൃശ്ശൂർ പൂരം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ പൂരം ഏപ്രിൽ 26-നായിരിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം തൃശ്ശൂരിലെ ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കും, ആരെ പുറന്തള്ളും എന്നുള്ള കാര്യം. ഏതായാലും വിവ് യുവർ വ്യൂ ഫൈൻഡറിൻ്റെ മണ്ഡലങ്ങളിലൂടെ എന്നുള്ള ഈ അവലോകന പരിപാടി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് അടുത്ത കൂടുതൽ മണ്ഡലങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എല്ലാവർക്കും നന്ദി. ശുഭരാത്രി.